ഹായ് ഓൾ, അസെൻ്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോലീസ് ഡ്രൈവറിന് ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ഇതുവരെ PSC നടത്തിയിട്ടുള്ള PYQസുമായിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണിത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുൻപ് സമർപ്പിക്കാം? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുൻപ് സമർപ്പിക്കാം? അപ്പോൾ ലൈസൻസ് ആണല്ലേ DL. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ കൊടുക്കാം എന്നാണ്. എത്ര ദിവസം വരെയാണ് നമ്മൾ പഠിച്ചത്? എത്ര ദിവസം വരെ പുതുക്കാമെന്നാണ്? നമ്മൾ ഒരു വർഷമാണല്ലേ പഠിച്ചത്. ഒരു വർഷം, അതായത് നമ്മൾ കാലാവധി തീരുന്നതിൻ്റെ ഒരു വർഷം മുൻപേ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പുതുക്കാം. അതായത് ഈ വർഷം ഡിസംബറിലാണ് നമുക്ക് കാലാവധി കഴിയുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജനുവരി മുതലേ അല്ലെങ്കിൽ ജനുവരി മുതലേ നമുക്ക് എന്ത് ചെയ്യാം? ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കാം. ആ ഒരു വർഷമാണ് എന്ത്? എത്ര ദിവസം മുൻപേ അപേക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷം. അപ്പോൾ ഒരു വർഷം എന്നുള്ളതിന് PSC ചിലപ്പോൾ ഒരു വർഷം എന്നിടും, ചിലപ്പോൾ എത്രയായിരിക്കും? 365 ദിവസം എന്നൊക്കെ ഇടും. അപ്പോൾ ഇതിൽ ഈ 365 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് PSC എന്ത് ചെയ്യുക? ഓപ്ഷൻ ഇടുകയാണെങ്കിൽ അതിലൊരു ഓപ്ഷനോട് കയറി വരും 60. അപ്പോൾ 60 എന്തേനി? 60 നമ്മുടെ സ്വകാര്യ വാഹനങ്ങളുടെ ഫിറ്റ്നസ്, അതായത് കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? 60 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഓപ്ഷനോട് ഇതിൽ ചേർത്തിടും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാറിപ്പോവും. അപ്പോൾ മാറിപ്പോവരുത്. ഒരു വർഷം 365 ദിവസം അങ്ങനെയൊക്കെ എന്ത് ചോദിക്കും? PSCയിൽ ഓപ്ഷൻ ഇടും. അപ്പോൾ കറക്റ്റ് തന്നെ നോക്കിയിട്ട് തന്നെ ഇത് വായിക്കണം. അപ്പം ലൈസൻസിൻ്റെ കാലാവധി തീരുന്നതിന് എത്ര വർഷം മുമ്പാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് എന്ന് ഓർത്ത് വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ ഡാഷ് കാറ്റഗറിയിലാണ് പെടുന്നത്. ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ്? നമ്മൾ 9 അതിലധികമോ അല്ലേ, 9 അല്ലെങ്കിൽ അതിലധികമോ എന്താണ്? പിന്നെന്താണ് അതിൽ ക്വസ്റ്റ്യനിൽ വന്നത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW 5 ടണ്ണിൽ കൂടുതലുള്ള 5 ടണ്ണിൽ കൂടുതൽ. അപ്പോൾ യാത്രക്കാരെ കയറ്റുന്ന വാഹനമാണ്. അത് 9 സീറ്റും അതിലധികവും യാത്രക്കാരെ കയറ്റാം. പിന്നെന്താണ്? 5 ടണ്ണിൽ മുകളിലാണെന്നും പറഞ്ഞല്ലേ. അപ്പോൾ ഏത് കാറ്റഗറിയാണ് വരിക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, യാത്രക്കാരെ കയറ്റി കൊണ്ടുപോകുന്ന കാറ്റഗറി എന്ന് പറയുന്നത് M കാറ്റഗറിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ M കാറ്റഗറിയിൽ ഏത് കാറ്റഗറി ആയിരിക്കും? 9-9-ലധികവും യാത്രക്കാരെയും കയറ്റാവുന്നതും 5 ടണ്ണിൽ കൂടുതൽ GVW ഉള്ള വാഹനമാണെങ്കിൽ അത് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, M3 കാറ്റഗറി ആണല്ലേ. M3 കാറ്റഗറി ആണല്ലേ. 5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളാണെങ്കിൽ GVW 5 ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളാണ് M3 കാറ്റഗറി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ M2ഉം M1ഉം ഉണ്ടല്ലേ. ഇതിൻ്റെ ഓപ്ഷൻ രണ്ടാമത്തെ ആൻസർ M3 ആണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ എന്ത് ചെയ്തു? M2ഉം M1ഉം വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ നോക്കുക. M2 എന്തായിരുന്നു? M2 എന്ന് പറഞ്ഞാൽ 9 അതിലധികമോ ആൾക്കാരെ കയറ്റുകയും ചെയ്യാം. എന്താണ്? GVW 5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ. എന്താണ്? GVW 5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങളാണെങ്കിൽ, ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിൽ അത് M2 കാറ്റഗറിയിലാണെന്ന് ഓർക്കുക. അടുത്തൊരു കാറ്റഗറിയിൽ ഓപ്ഷനിൽ വന്ന എന്താണ്? M1 കാറ്റഗറിയാണ് അല്ലേ. M1 എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? M1 എന്ന് പറഞ്ഞാൽ 8 പേർക്ക് യാത്ര ചെയ്യാവുന്നതും പിന്നെന്താണ്? 8 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും, പരമാവധി 8 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന മോട്ടോർ വാഹനങ്ങളെ, ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങളെ പറയുന്നതാണ് എന്ത്? M1 കാറ്റഗറി എന്ന് നോക്കിക്കോ. M1 കാറ്റഗറി എന്ന് പറഞ്ഞാൽ 8ഉം പ്ലസ് ഡ്രൈവറും ഉണ്ടാവും. പരമാവധി 8 പേരെ കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളാണ്, യാത്രക്കാരെ കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളാണ് M1 കാറ്റഗറി എന്ന് നോക്കി വെക്കുക. അപ്പോൾ ഓക്കെ, ഇത് കറക്റ്റാക്കി നോക്കി വെക്കണം. ഈ M1, M2, M3 ഉള്ളതും N1, N2, N3 ഈ കാറ്റഗറി ഓഫ് വാഹനത്തിനെ പറ്റി നല്ലോണം പഠിച്ചിട്ട് PSCക്ക് പോകാം. ഇതിൽ നിന്ന് ഷുവറായിട്ട് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും.
അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം. ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ആരാ? ജൂനിയർ നമ്മളെങ്ങനെയാണ് പഠിച്ചത്? ജൂനിയറിലെ ഏറ്റവും താഴെ ഫസ്റ്റ് വരുന്ന ഏറ്റവും താഴെയുള്ള ആളാണ് ജൂനിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈസൻസിങ് അതോറിറ്റിയിൽ ഒരു ആർ ടി ഓഫീസിൽ ഏറ്റവും താഴെയുള്ള ഓഫീസർ ആരാ അല്ലേ? നമ്മൾ പഠിച്ചത് എന്താ? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണല്ലേ, AMVI അല്ലേ? AMVI അല്ലേ? നമ്മൾ പഠിച്ചത് AMVI ആണല്ലേ. ഏറ്റവും താഴെയുള്ള ഓഫീസർ AMVI ആണല്ലേ. AMVIന്റെ ചുമതല എന്തായിരുന്നു? നമ്മൾ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. AMVIന്റെ ചുമതല മാത്രമേ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിയാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ ചുമതല എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അതിൽ ഞാൻ അടിവരട്ട് പഠിപ്പിച്ചതാണ്. എന്തായിരുന്നു? പുതിയ ലൈസൻസ് അനുവദിക്കുന്നതാണോ AMVIന്റെ ചുമതല? അല്ലല്ലേ, പുതിയ ലൈസൻസ് അനുവദിക്കുന്നതല്ല. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. പുതിയ ലേണേഴ്സ് മാത്രമേ ആർക്ക്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് അല്ലെങ്കിൽ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിക്ക് നൽകാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞ എന്താണ്? പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതാണെന്ത്? ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ, മൂന്നാമത്തേതിൻ്റെ ആൻസർ B ആണ്. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നുള്ളതാണ് എന്ത്? ശരിയായുള്ള ആൻസർ. അപ്പോൾ പുതിയ ലൈസൻസ് ഒക്കെ അനുവദിക്കുന്ന ആരാണ്? ലൈസൻസ് ഒക്കെ അനുവദിക്കുക മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കാണ് എന്ത്? പുതിയ ലൈസൻസ് അനുവദിക്കാൻ പറ്റുക. പക്ഷെ പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കാൻ പറ്റുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിൻവശത്തും എന്താ വേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മുൻവശത്തും പിൻവശത്തും എന്ത് വേണം നമ്മൾ പഠിച്ച്? L എന്നുള്ള ഒരു അക്ഷരം വേണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം എന്താണ് ഇതിൽ ഓപ്ഷനിൽ? ചുവന്ന പ്രതലത്തിൽ വെള്ള L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ചുവന്ന പ്രതലത്തിൽ വെള്ള L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം, ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വന്ന്. രണ്ടാമത്തെ എന്താണ്? കറുത്ത പ്രതലത്തിൽ വെള്ള L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? മഞ്ഞ പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം, മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ഇങ്ങനെയാണല്ലേ 4 ഓപ്ഷൻസ് നമ്മൾ തന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെ വാഹനത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവിങ് അത്ര പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്മേൽ ജസ്റ്റ് L എഴുതൂലേ. നമ്മളെന്താ കാണുക? നമ്മൾ വെറുതെ ഒരു സെല്ലോ ടൈപ്പ്, ഒരു റെഡ് സെല്ലോ ടൈപ്പ് ഇങ്ങനെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ടാവും. അത് മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് കളർ എന്താണെന്നോ ഈ നിയമത്തിൽ എന്താണെന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നില്ല. അപ്പം തന്നെ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുവന്ന പ്രതലത്തിൽ, ചില വണ്ടിമേൽ ചുവന്ന പ്രതലത്തിൽ എന്ത് ചെയ്യുന്നുണ്ടോ? വെള്ളയെല്ലാം എഴുതിയിട്ടുണ്ടാവും. ചില ചുവന്ന കാറൊക്കെ ആണെങ്കിൽ അതിന്മേൽ ചിലപ്പോൾ Lന്ന് വെള്ളയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം നിയമത്തിൽ പറയുന്നതും നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് എന്താ? വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കാം. വെള്ളപ്രതലത്തിലാണ് എന്ത്? ചുവപ്പ് അക്ഷരം. ഇത് കറക്റ്റ് കാണണമെങ്കിൽ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനത്തിൻ്റെ മുകളിലുണ്ടാവും, ഇങ്ങനെ ആയിരിക്കും. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും, ഈ L എന്ത് ചെയ്തിട്ടുണ്ടാവും? റെഡിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അവരെ വണ്ടിമേൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കി വെക്കണം. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതല്ല, നമ്മൾ പഠിക്കുമ്പോൾ അതല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഡ്രൈവിങ് നമ്മൾ പഠിക്കുന്നതിൽ കുറേ ഫാൾട്ട് പറ്റുന്നതാണ്. നമ്മൾ ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പരീക്ഷയിൽ കുറേ നെഗറ്റീവ് അടിച്ചു പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതൊക്കെ വിട്ടേക്കുക. നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ, അതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ കറക്റ്റ് നിയമത്തിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് നെഗറ്റീവ് അടിക്കാതെ സ്കോർ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ലേണേഴ്സ് ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തി വാഹനം ഓടിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൽ മുൻവശത്തും പിൻവശത്തും എന്താണ്? L എന്ന അക്ഷരം എഴുതാണല്ലേ. ഈ L എന്ന അക്ഷരം എങ്ങനെ എഴുതുക? വെള്ളപ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ D ആണെന്ന് നോക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏതാണെന്ന് ചോദിച്ചത്. ഏതൊക്കെയാണ്?
നമ്മൾ കുറേ കുറ്റങ്ങൾ പഠിച്ചാണ് അല്ലേ, അയോഗ്യത കൽപ്പിക്കാനുള്ള കുറേ കുറ്റങ്ങൾ പഠിച്ചാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ഓപ്ഷനിൽ നോക്കാം. എന്താ ചെയ്യുക? ഡ്രൈവർ പുക വലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക. ഡ്രൈവർ എന്താണ് പബ്ലിക് സർവീസ് വാഹനത്തിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്ത് പുക വലിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുക വലിച്ചിട്ടാണ് ആ ഡ്രൈവർ വാഹനം ഓടിക്കുന്നതെങ്കിൽ അത് എന്താണ് ഒരു നിയമലംഘനമാണ് അല്ലേ. അപ്പം എന്താണ് നമുക്ക് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം. അപ്പം എന്താണ് ഇത് ശരിയാണ് അല്ലേ. രണ്ടാമത്തെ എന്താണ് യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയാലും എന്താണ് നമ്മളെ ലൈസൻസ് അയോഗ്യനാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുന്നത് എന്താണ് കുറ്റകരമാണ്, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഓപ്ഷനും ഇവിടെ ശരിയാണ്. അപ്പോൾ എന്താണ് ഇതിലെ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി. അഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണെന്ന് നോക്കി വെക്കുക. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായ അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടും? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണെന്ന് ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും എന്താണ് നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതൽ 12 ടണ്ണിൽ കൂടുതൽ എന്നാണ് പറഞ്ഞത് അല്ലേ. 12 ടണ്ണിൽ കൂടുതലായ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നാണ് ചോദിച്ചത്. ഏത് കാറ്റഗറിയിലാണ് പെടുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എൻ കാറ്റഗറിയാണ് എന്ത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ കാറ്റഗറിയിൽ ഇതിൽ ഓപ്ഷൻ N3 ആണല്ലേ വരിക. N3 ആണെന്ത് ചരക്കുകൾ കയറ്റി കൊണ്ടുപോകുന്ന വാഹനം 12 ടണ്ണിന് മുകളിലേക്കാണെങ്കിൽ എന്താണ് അത് N3 കാറ്റഗറിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണെന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. N2 N1 ഉണ്ട്. ജസ്റ്റ് അതൊന്ന് നമ്മൾ നോക്കി വെക്കുക. എന്താണ് N1 എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? N1 എന്താണ് പഠിച്ചത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എത്രയാണ്? 3.5 ടണ്ണിന് താഴെ 3.5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ, അതായത് 3.5 ടണ്ണിന് GVW 3.5 ടണ്ണിന് താഴെയുള്ള എന്താണ് ഗുഡ്സ് കയറ്റുന്ന വാഹനങ്ങളാണെന്ത് N1 കാറ്റഗറിയിൽ എന്ന് നോക്കി വെക്കുക. അടുത്ത ഓപ്ഷനിൽ വന്ന എന്താണ് N2 ആണ് അല്ലേ. അപ്പോൾ എന്താണ് N2 എന്തായിരുന്നു? N2 എന്താണ് GVW എത്ര വരിക? GVW 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിൽ 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങളാണെന്ത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് N2 കാറ്റഗറിയിൽ എന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് ഈ കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് പഠിക്കാതെ എന്ത് ചെയ്യരുത്, ഈ ഒരു സാധനം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇത് കറക്റ്റായി നോക്കിയേക്കോ. ഇതിൽ എന്തായാലും PSC ചോദിക്കും. ഷുവർ ഷോർട്ടാണ് 1 മാർക്ക്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചു. ഏതാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചു. ഏത് സെക്ഷൻ പ്രകാരമാണ് ഇത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത്? ഏത് സെക്ഷൻ പ്രകാരമാണ് നമ്മൾ പഠിച്ചത്? MV ആക്ടിൽ നമ്മൾ ഏത് സെക്ഷൻ പ്രകാരമാണ് നമ്മൾ പഠിച്ചത്? സെക്ഷൻ 15 ആണ് അല്ലേ. സെക്ഷൻ 15 ആണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്ന മോട്ടോർ വാഹന നിയമം. ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? സെക്ഷൻ 15 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അത് നോക്കിയേക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന മോട്ടോർ വാഹന നിയമം ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ സെക്ഷൻ 15 ആണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? എന്താണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമം അല്ലേ. അപ്പോൾ എന്താണ് CMVR റൂളാണല്ലേ. CMVR റൂളിൽ ഏത് റൂള് വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? ഏത് റൂള് പ്രകാരമാണ് നമ്മൾ പഠിച്ച? ഏതാണ് ഏത് റൂള് പ്രകാരം? നമ്മൾ റൂൾ 21 ആണ് അല്ലേ. നമ്മൾ പഠിച്ച റൂൾ 21 കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ CMVR റൂളിലെ
എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത് TMVR റൂളിലാണ് ആണ് ചോദിച്ചതെങ്കിൽ അത് ഏതായിരിക്കും? റൂൾ 21 ആയിരിക്കും എന്ന് നോക്കി വെക്കാം. ഓക്കെ, അത് മാറിപ്പോയത് റൂൾ 21 ആണെന്ന് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? 9ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? എന്താണ് ചോദിച്ചത്? ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി നോക്കിക്കളിച്ചു. ലൈസൻസിങ് അതോറിറ്റിയാണ് ചോദിച്ചാൽ. അപ്പോൾ ലൈസൻസിങ് അതോറിറ്റി ആരാണ്? ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, RTO, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി എന്ന് മനസ്സിലാക്കിയേക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൽ ഓപ്ഷനിലൂടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 ഓപ്ഷൻ ബാക്കിയുണ്ടല്ലേ, ആ ഓപ്ഷനോട് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം ലൈസൻസിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെന്നും പിന്നെന്താണ് ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെങ്കിൽ അവിടുത്തെ അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണ് അവിടുത്തെ. അപ്പോൾ ജോയിന്റ് RTOന്റെ താഴെയാണ് അല്ലേ. അപ്പോൾ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെങ്കിൽ അവിടുത്തെ അഡീഷണൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെന്ന് നോക്കുക. ഇനി അതിൻ്റെ ഇടയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആരാണ്? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആരാന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ലൈസൻസിങ് അതോറിറ്റി ആണെന്ന് നോക്കി വെക്കുക. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആരാന്ന് ചോദിച്ചാൽ അസിസ്റ്റന്റ് ലൈസൻസിങ് അതോറിറ്റി ആണെന്ന് നോക്കി വെക്കുക. പിന്നെ അടിയിലുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആരാണ്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ RTO ഓഫീസിലെ ഏറ്റവും താഴെ ജൂനിയർ ആയിട്ടുള്ള ആളാണ് അല്ലേ. അപ്പോൾ ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ആണെന്ത്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ ഒരു ചുമതല ഉണ്ടല്ലോ, ആ ചുമതല എന്തായിരുന്നു? എന്താണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേണേഴ്സ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ മാത്രമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ ചുമതല എന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പം ഇത് കറക്റ്റായിട്ട് പഠിക്കണം. ഇതിൽ നിന്നും PSC 1 മാർക്കിന് ഷുവർ ഷോർട്ടായിട്ടുള്ള ചോദിക്കുന്നതാണ്. 1 മാർക്ക് ഇതിൽ നിന്നുണ്ടാവുക. ഇത് കറക്റ്റായിട്ട് PSC ചോദിക്കും. ഒന്നെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തിടും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെറുങ്ങനെ മാറ്റം വരുത്തും. പക്ഷേ ഈ ഓപ്ഷനൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത അടുത്ത പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോർട്ടാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്താണത് 10ാമത്തെ എന്താ? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്? പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ് അല്ലേ? നമ്മളെന്താണ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തത്? നമ്മളെ വീട്ടിൽ നമ്മളൊരു കാറ് വാങ്ങി. കാറ് വാങ്ങിയാൽ നമ്മൾ ആ കാറ് എത്ര വർഷത്തേക്കാണ് നമുക്ക് ആ കാലാവധി ഉണ്ടാവുക? എത്ര വർഷത്തേക്കായിരിക്കും നമ്മളെ വീട്ടിലെ കാറിന് കാലാവധി? മനസ്സിലാക്കിക്കുക. 15 വർഷത്തേക്കാണ് നമുക്ക് ആദ്യമായിട്ടൊരു പുതിയ രജിസ്റ്റർ ചെയ്തൊരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി 15 വർഷത്തേക്കാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഈ 15 വർഷം കഴിഞ്ഞാൽ ഓരോ 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം ആദ്യം നമ്മൾ വാങ്ങുമ്പോൾ 15 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യും? ആ കാലാവധി നമുക്ക് തരും. RTO നമുക്ക് കാലാവധി 15 വർഷത്തേക്ക് നമുക്ക് തരും. അപ്പം ഇത് കറക്റ്റാക്കി നോക്കി വെക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഈ M1, M2, MT ആ കാറ്റഗറി ഓഫ് വെഹിക്കിൾസില്ലേ അത് കറക്റ്റാക്കി നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കേണ്ടത് ലൈസൻസിങ് അതോറിറ്റീൻ്റെ ആ ഒരു കാറ്റഗറി ഇല്ലേ, ഏതൊക്കെയാണ് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി, ആ ഒരു സംഭവം കറക്റ്റാക്കി പഠിച്ചു വെക്കണം. പിന്നെ ഈ Lൻ്റെ ഒരിത് ഡയമെൻഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആ ഡയമെൻഷൻ കറക്റ്റ് പഠിച്ചിരിക്കണം. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ ഡയമെൻഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് കറക്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? 10 ക്വസ്റ്റ്യനോട് ഷെയർ ചെയ്തു. ടോട്ടൽ നമ്മൾ ഇപ്പം 30 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ 3 ക്ലാസ്സിലായിട്ട് 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് PSCയിൽ ചോദിക്കാൻ ചാൻസും ഇനി ചോദിക്കുന്നതും ഇതുവരെ ചോദിച്ചതുമായിട്ടുള്ള PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷുവർ ഷോട്ട് ഹോട്ട് ടോപ്പിക് ഹോട്ട് ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ 30 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈവറിൻ്റെ ഒരു 30 മാർക്കല്ലേ, ആ 30 മാർക്കിൽ ഇതിൽ എന്തായാലും ഒരു 10 മാർക്ക് ഇതിൽ നിന്ന് എന്തായാലും വരും. ഈ ഒരു 30 ക്വസ്റ്റ്യന് ഷുവറായിട്ടും വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യരുത്,
സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകാവും. ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ നിരന്തരം ഈ ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, വേറെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജനറൽ ഭാഗമാണെങ്കിലും എല്ലാ ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടേ നമുക്ക് പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പം അതാണ് കറക്റ്റ് നോക്കേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് PSCയിൽ നമ്മൾ റാങ്കിൽ മുന്നിലെത്താനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത്. നമ്മൾ കുറേ റാങ്ക് ഫയൽ വായിക്കുന്നതിലോ കുറേ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്നതിലോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിക്കുന്നതിലല്ല. ആ പഠിക്കുക എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ ആ പഠിക്കുന്നത് നമ്മളെ മൈൻഡിലുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് അറിയോ എന്നറിയുന്നത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. നമ്മൾ PSCൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നോ ആ ക്വസ്റ്റ്യൻ ഏത് രീതിക്കാണ് വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ PYQs നിരന്തരമായിട്ട് വായിക്കണം, അല്ലെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 60 എബോവ് നമ്മൾ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ PYQs നോക്കിയാലേ നിങ്ങൾ 60 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ല രീതിക്ക് ജനറൽ ഭാഗമായിട്ടുള്ള 50 മാർക്കും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ PYQs നോക്കണം. ഒരു വിധം നിങ്ങൾ റാങ്ക് ഫയൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും PYQൻ്റെ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങളത് പഠിക്കുന്നതിലാണ് നന്നാകുക. PYQ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിൻ്റെ ക്വസ്റ്റ്യനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളെ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് ഒന്ന് അമർത്തി വെക്കുക. നിങ്ങൾക്ക് ബെല്ലൈക്കണോട് അമർത്തി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. താങ്ക് യു.